ഹായ് ഗായ്സ്, എല്ലാവർക്കും MRK ചെസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുൻപിൽ ഒരു പസിൽ പരിചയപ്പെടുത്താനാണ് എത്തിയിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഞാൻ ഈ ബോർഡിൽ വെച്ചിരിക്കുന്ന പസിലാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരെയും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു പസിലിൻ്റെ ആൻസർ ഒന്ന് കണ്ടെത്തി നോക്കാം. അപ്പം നമ്മുടെ ഈ ചാനലിൽ ഓൾറെഡി ആയിട്ട് ചെസ് പരമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണേ. പിന്നെ നമുക്കിതിട്ട് നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ബോർഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ പസിലിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഈ പൊസിഷൻ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കായിട്ടൊന്ന് പറയാം. വൈറ്റ് കിങ് C1, ക്വീൻ G5, റൂക്ക് H2 H1 ഒരേ ഫയലിൽ ഡബിൾഡ് ആയിരിക്കുകയാണ്. പിന്നെ ബിഷപ്സ് ആണുള്ളത്. E2ലും E5ലുമാണ് ബിഷപ്പുകളുള്ളത്. ഇതാണ് മേജർ പീസുകളുള്ളത്. ഇനി പോണുകളാണ്. പോണുകൾ A2 ആൻഡ് C2, F3 G4 ഇത്രയും പീസുകളാണ് വൈറ്റിന് ഓൾറെഡി ഉള്ളത്. ബ്ലാക്കിൻ്റെ നോക്കുകയാണെങ്കിൽ കിങ് G8ലാണ്, ക്വീൻ C6, റൂക്ക് B8 ആൻഡ് C8 അത് റാങ്കിൽ ഡബിൾഡ് ആയിരിക്കുകയാണ്. കണക്റ്റഡ് റൂക്കുകളാണ്. പിന്നെ ബിഷപ്സ് ഉണ്ട് ബ്ലാക്കിനും G7ലും E6ലും. പിന്നെ ഒരു നൈറ്റ് അപ്പും ഉണ്ട്. F6ൽ ഒരു നൈറ്റ് അപ്പും ഉണ്ട്. ഇതാണ് പൊസിഷൻ. ഈ ഒരു പൊസിഷനിൽ വൈറ്റ് വിന്നാണ്. ഇനി പോണുകൾ കൂടി ഉണ്ട് കേട്ടോ ബ്ലാക്കിൻ്റെ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. B5, C3, E7, F7, G6 ഇതാണ് ബ്ലാക്കിൻ്റെ പോണുകൾ. പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഒരു പോണും ഒരു നൈറ്റും ബ്ലാക്കിന് ക്ലിയർലി അപ്പാണ്. പക്ഷേ ഈ ഒരു പൊസിഷനിൽ നമുക്ക് വിൻ ചെയ്യാൻ സാധിക്കും. ആ ഒരു വിന്നിങ് സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് കിട്ടുമെന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾ നേരെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ ആൻസറിലേക്ക് പോകാം. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം, ഈ ക്വീന് ഈ റൂക്കുകൾ രണ്ടും H2 H1 റൂക്കുകൾ തമ്മിൽ ഇവിടെ H8ലേക്ക് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈ റൂക്കിന് ഇവിടെ H8ലൊരു ചെക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചെക്ക് കൊടുത്താൽ ഈ ഒരു ബിഷപ്പ് അതിനെ ടേക്ക് ചെയ്ത് കളയും എന്നുള്ളതാണ് നിലവിൽ ചെക്ക് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. നിലവിൽ ചെക്ക് കൊടുത്താൽ ഈ ബിഷപ്പ് അവിടെ നിന്ന് ക്യാപ്ചർ ചെയ്ത് കളയും, ടേക്ക് ചെയ്യും. വീണ്ടും നമ്മൾ ആ ബിഷപ്പിനെ വെട്ടി ചെക്ക് കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കിങ് ആ ബിഷപ്പിനെ വെട്ടിയെടുക്കുന്നതോടുകൂടി ഒരു ബിഷപ്പിന് പകരമായിട്ട് നമുക്ക് രണ്ട് റൂക്കുകളെ കളയേണ്ടതായിട്ട് വരും. അതിനാൽ തന്നെയാണ് ആ ഒരു പൊസിഷൻ ബ്ലാക്കിനായിരിക്കും ബെറ്റർ ആയി വരിക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ബിഷപ്പിനെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കിടില മൂവ് ഉണ്ട്. എന്താ അറിയാം, ക്വീനെ H6 കളിച്ച് ക്വീനെ അങ്ങ് സാക്ക് ചെയ്യുക. റെഡ് എന്താണ്, ക്വീൻ H8 ചെക്ക്, ബിഷപ്പ് ടേക്സ് H8, റൂക്ക് ടേക്സ് H8 ചെക്ക്, ചെക്ക്മേറ്റ് ആണ്. ഇതാണ് ത്രെഡ് എന്ന് പറയുന്നത്. ചെക്ക്മേറ്റ് അല്ല, ത്രെഡ് ആണ്. ഇതാണ് ത്രെഡ് എന്ന് പറയുന്നത്. ക്വീൻ ചെക്ക്മേറ്റ് അല്ല, ഇവിടെ കളിക്കാം. ഇവിടെ റൂക്ക് H7 ചെക്ക് എന്നുള്ളത് ചെക്ക്മേറ്റ് ആണ്. ഇവിടെ മൂവ് ചെയ്യാനൊന്നും സ്ഥലമില്ല. ഈ നൈറ്റ് ഉപയോഗിച്ച് ഇവിടെ വെട്ടിയെടുക്കാൻ പറ്റില്ല. ഈ ഒരു ബിഷപ്പിൻ്റെ പിന്നിങ്ങിലാണ് ഈ നൈറ്റ് ഇരിക്കുന്നത്. അതിനാൽ തന്നെ അങ്ങനെ വെട്ടി ഒഴിവാക്കാനും നമുക്ക് നിലവിൽ പോസിബിൾ അല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് ബ്ലാക്ക് വിൻ ചെയ്യും, വൈറ്റ് വിൻ ചെയ്യും എന്നുള്ളതിനാൽ തന്നെ ബ്ലാക്കിന് ഈ ഒരു സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ബ്ലാക്ക് എന്ത് ചെയ്യാണ്, ഈ ക്വീനെ അക്സെപ്റ്റ് ചെയ്യുന്നു. വൈറ്റ് റൂക്ക് ഉപയോഗിച്ച് ക്വീനെ വെട്ടിയെടുത്തുകൊണ്ട് ത്രെഡ് കൊടുക്കുകയാണ്. നേരത്തെ ഇപ്പോൾ കാണിച്ച അതേ ത്രെഡ് തന്നെ കൊടുക്കുകയാണ്. ഇവിടെ കമ്പ്യൂട്ടർ മൂവ് എന്താണെന്ന് വെച്ചാൽ G5 പുഷ് ചെയ്തിട്ട് ഈ ഒരു കിങ്ങിന് സ്പേസ് ഉണ്ടാക്കുകയാണ്. ഇത് തന്നെയാണ് ഇവിടെ കളിക്കേണ്ടത്. കാരണം എന്താ, ഇവിടെ ചെക്ക് കൊടുത്ത് മാറുമ്പോൾ ഇവിടെ മെയ്റ്റ് ആവുന്നതിന് പകരം G6ലേക്കൊരു മൂവിങ് സ്ക്വയർ ഉണ്ടാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ G5 എന്നുള്ള മൂവിൽ നമ്മൾ എന്ത് ചെയ്യണം, നേരെ റൂക്ക് H8 ചെക്ക് തന്നെ കൊടുക്കുന്നു. കിങ് പുഷ് ടു G7. ഇവിടെ റൂക്ക് H1 H7 ചെക്ക് കൊടുക്കുന്നു. കിങ് ഓൺലി വൺ ഓപ്ഷനാണ്, കിങ് G6ൽ കളിക്കുക എന്നുള്ളത്. ഇവിടെ ബിഷപ്പ് D3 കളിച്ചൊരു ചെക്ക് കൊടുക്കുന്നു. ബിഷപ്പ് D3ക്ക് ചെക്കിന് മൂവ് ചെയ്യാനൊന്നും സ്ക്വയർ ഇല്ല. രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ ക്വീൻ E4 കളിച്ച് ബ്ലോക്ക് ചെയ്യാം. ക്വീൻ E4 വെച്ച് ബ്ലോക്ക് ചെയ്താൽ ക്വീനെ വെട്ടി വീണ്ടും ചെക്ക് വരും. ഇവിടെ ഓൺലി വൺ ഓപ്ഷനാണ്, നൈറ്റ് വെച്ച് ഇവിടെ വെട്ടേണ്ടത് വരും. ഇവിടെ ഈ റൂക്ക് G7ൽ ചെക്ക് കൊടുക്കുന്നതോടുകൂടി ഗെയിം ചെക്ക്മേറ്റ് ആവും. ഇതേ പൊസിഷൻ തന്നെയാണ് ക്വീൻ വെച്ച് വെട്ടുന്നതിന് പകരം നൈറ്റ് വെച്ച് വെട്ടി കഴിഞ്ഞാലും ആദ്യം നൈറ്റ് E4 കളിച്ചാലും ഉണ്ടാകുന്നത് ഇതേ പൊസിഷൻ തന്നെയാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പസിൽ എന്ന് പറയുന്നത്.
അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പസിൽ നോക്കാം. ഇത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ പസിൽ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു പസിലിൻ്റെ പൊസിഷൻ ഒന്ന് പറയാം. ഞാനിങ്ങനെ പൊസിഷൻസ് പറയുന്നതിൽ വലിയൊരു റീസൺ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ വീഡിയോസ് കാണുന്നതിൽ മിക്ക ആളുകളും ബ്ലൈൻഡ് ആയിട്ടുള്ള, കാഴ്ച പരിമിതരായിട്ടുള്ള ചെസ് പ്ലേയേഴ്സാണ്. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ, അവർക്ക് കാണാൻ പറ്റില്ല പൊസിഷൻ, കാണുന്ന പ്ലേയേഴ്സിന് കാണുന്ന രീതിയിലും, കാണാത്തവർക്ക് നൊട്ടേഷൻ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ നൊട്ടേഷൻ പറയുന്നത് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 പസിലുകളാണ് നിങ്ങൾക്ക് മുമ്പിൽ നോക്കാൻ പോകുന്നത്. അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പസിൽ എന്ന് പറയുന്നത്. അപ്പം രണ്ടാമത്തെ പസിലിൻ്റെ പൊസിഷൻ പറയാം. വൈറ്റ് കിങ് G1, ക്വീൻ E5, അതുപോലെ തന്നെ പോണുകൾ, അതായത് വൈറ്റ് റൂക്ക് E1, കിങ് G1, ക്വീൻ E5, റൂക്ക് E1. ഇതാണ് വൈറ്റിൻ്റെ മേജർ പീസുകൾ, പോണുകൾ. A2, C3, D4, F5, G5, H4. ഇതാണ് ടോട്ടൽ പീസുകൾ വൈറ്റിൻ്റെത്. ബ്ലാക്കിൻ്റെ കിങ് H8ലാണ്, ക്വീൻ D2, ബിഷപ്പ് D3, റൂക്ക് D8. പോണുകൾ A7, B7, C6, G7, H6. ഇതാണ് പൊസിഷൻ. ഇവിടെയും പൊസിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പസിൽ പോലെ തന്നെ ബ്ലാക്കാണ് ബെറ്റർ. ബ്ലാക്കിന് ഒരു ബിഷപ്പ് അപ്പ് ഉള്ളതിന് പകരമായിട്ട് വൈറ്റിന് ഒരു പോണാണ് അപ്പുള്ളത്. അതിൽ കാര്യമില്ല. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ വൈറ്റ് ടു പ്ലേ മെയ്റ്റ് ഇൻ 2 ആണ്. അതായത് അടുത്ത 2 നീക്കത്തിൽ വൈറ്റിന് വിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഉത്തരം നോക്കിയാലോ. നിങ്ങൾക്ക് കിട്ടിയ കമൻറ്റിൽ പറയണേ. ഞാൻ എല്ലാത്തിനും ഉത്തരം പറയുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ ഉത്തരവും ഞാൻ പറയുന്നതും ഒരേ ആൻസർ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഈ കിങ്ങിന് H7 മാത്രമേ നിലവിൽ മാറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബാക്ക് റാങ്ക് വീക്ക്നെസ് അങ്ങ് മുതലെടുക്കുകയാണ്. ക്വീൻ E8 ചെക്കാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത്. ക്വീൻ E8 ചെക്കിന് റൂക്കിനെതിരെ അറ്റാക്കാണ്, ക്വീൻ സാക്കാണ്. ക്വീനെ വെട്ടിയെടുത്തില്ലെങ്കിൽ കിങ് H7 കളിക്കാൻ പറ്റുള്ളൂ. അപ്പം G6 കളിച്ച് ചെക്ക് കൊടുക്കുന്നതോടുകൂടി ചെക്ക് മേറ്റ് ആണ് ഗെയിം. അപ്പോൾ ക്വീനെ വെട്ടിയെടുത്താലോ. അപ്പം ഇതേ ഐഡിയ തന്നെയാണ്. റൂക്ക് ഉപയോഗിച്ച് ക്വീനെ വെട്ടി വീണ്ടും ചെക്ക്, കിങ് H7, G6 കളിച്ച് ചെക്ക് കൊടുക്കുന്നതോടുകൂടി ചെക്ക് മേറ്റായി. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ മൂന്നാമത്തെയും അവസാനത്തേതുമായിട്ടുള്ള പസിൽ എന്ന് പറയുന്നത്. ഈ പസിൽ ബ്ലാക്ക് സൈഡാണ് കേട്ടോ. ബ്ലാക്കിൻ്റെ സൈഡിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. പൊസിഷൻ പറയാം. വൈറ്റ് കിങ് H3, ക്വീൻ E2, റൂക്ക് H1, ബിഷപ്പ് C1, G4, നൈറ്റ് G1, A2. പോണുകൾ H2, F4, F5, E3, D6, B2. ഇതാണ് വൈറ്റിൻ്റെ പൊസിഷൻ. ബ്ലാക്ക് കിങ് H8, ക്വീൻ D8, റൂക്ക് F8 ആൻഡ് B3, ബിഷപ്പ് C8, F6, നൈറ്റ് D3, പോൺസ് H7, G7, F7, E4, C6. ഇതാണ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം ഈക്വൽ ആണ്. ഈ ഒരു പൊസിഷനിൽ നിന്ന് ബ്ലാക്ക് ടു പ്ലേ ഇൻ മെയ്റ്റ് ഇൻ 5. അടുത്ത 5 നീക്കത്തിൽ ബ്ലാക്ക് വിൻ ചെയ്യണം കേട്ടോ. അതാണ് നമ്മുടെ ചലഞ്ച്. അപ്പോൾ നമുക്ക് ഉത്തരം നോക്കിയാലോ. ഫസ്റ്റ് മൂവ് എന്ന് പറയുന്നത് ഈ നൈറ്റ് ഇൻറ്റു ഈ F4 പോണിനെ വെട്ടിയെടുത്ത് ചെക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ മൂവ് എന്ന് പറയുന്നത്. ഈ നൈറ്റിന് വെട്ടുമ്പോൾ ഈ H3 ഈ റൂക്ക് ഈ ഒരു പോണിനെ ഉപയോഗിച്ച് നൈറ്റിനെ വെട്ടിയെടുക്കാൻ പറ്റില്ല. കാരണം ഈ റൂക്ക് ഉള്ളതുകൊണ്ട് അത് ചെക്കാവും. അതുകൊണ്ട് തന്നെ ഇത് പിൻ എന്നറിയുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ വെട്ടാൻ പറ്റില്ല. ഓൺലി 1 ഓപ്ഷനാണ് കിങ് G3 എന്നുള്ളത്. ഇവിടെ നമ്മൾ ഈ നൈറ്റിനെ അങ്ങ് സാക്ക് ചെയ്യാണ്. ചിലപ്പോൾ നമുക്ക് തോന്നുന്ന ഈ ക്വീനെ വെട്ടിയെടുത്തുകൂടെ എന്ന്. പക്ഷേ ക്വീനല്ല നമ്മുടെ ടാർഗറ്റ്. നമ്മുടെ ടാർഗറ്റ് ക്വീനല്ല, കിങ് ആണ്. അതിനാൽ തന്നെ ബിഷപ്പ് H4 വെച്ച് ഈ നൈറ്റിനെ സാക്ക് ചെയ്യുന്നു. ഓൺലി 1 ഓപ്ഷനാണ് ക്വീൻ ഉപയോഗിച്ച് നൈറ്റിനെ വെട്ടിയെടുക്കുക എന്നുള്ളത്. ഇവിടെ ബ്ലാക്ക് ക്വീൻ ഉപയോഗിച്ച് ഈ D6 പോണിനെ വെട്ടിയെടുത്ത് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇത് ഈ പോണിനെ സാക്ക് ചെയ്യാണ്. ഈ പോണിനെ വെട്ടിയെടുക്കുക അല്ലാതെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല വൈറ്റിന്. ഇവിടെ ക്വീൻ D5 വെച്ച് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഓൺലി 1 ഓപ്ഷനാണ് കിങ് ബാക്ക് F4. ഇവിടെ G5 കളിച്ച് ചെക്ക് കൊടുക്കുന്നതോടുകൂടി ഗെയിം ചെക്ക് മേറ്റ് ആവുകയാണ്. ഇവിടെ ഈ ഒരു പോൺ ഉപയോഗിച്ച് ഇതിനെ N% ചെയ്യാൻ പറ്റില്ല. അതിന് കാരണം ഈ ഒരു റൂക്കാണ് കേട്ടോ. ഈ റൂക്ക് ഇവിടെ ഉള്ളതുകൊണ്ടാണ്. ഈ ഒരു പൊസിഷനിൽ ഇവിടെ പോണില്ല കേട്ടോ. അതെൻ്റെ ഒരു മിസ്റ്റേക്കാണ്. അപ്പം ഇവിടെ വെട്ടിയെടുത്താൽ ഈ റൂക്കിൻ്റെ ഫയൽ വരുന്നതിനാൽ തന്നെ ഇവിടെ N% നടക്കില്ല. അതിനാൽ തന്നെ ഇവിടെയും മെയ്റ്റ് ആവുകയാണ്. ഇതെന്ന് പറയുന്നത് 2 പിൻ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ടാണ് കേട്ടോ ബ്ലാക്കിന് ഈ ഒരു മെയ്റ്റ് കിട്ടിയിട്ടുള്ളത്. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു 3 പസിലുകൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ കരുതിയ ഉത്തരവും ഞാനിവിടെ കാണിച്ച ഉത്തരങ്ങളും ശരിയായിട്ട് ഏതെങ്കിലും ഒരു പസിൽ വന്നിട്ടുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.